ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അയാനും മദ്രസയ്ക്ക് പോയി. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ അവർ ഹാളിലാണ് കിടന്നത്. അപ്പോൾ അവിടെ കുറച്ച് പുതപ്പൊക്കെ ഉണ്ട്, പായൊക്കെ ഉണ്ട് മടക്കാൻ. അതൊക്കെ മടക്കിയിട്ട് ഞാൻ റൂമിലേക്ക് ഒരു ചെയർ വെച്ചതിന് മുകളിൽ അടുക്കിയിട്ട് അങ്ങനെ വെക്കാറ്. അപ്പോൾ അങ്ങോട്ട് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ മടക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് വെക്കാം. അയാനുവിൻ്റെ തുണിയൊക്കെ അങ്ങോട്ട് താഴെ വീണിട്ട് അങ്ങനെ ഒക്കെ ശരിയാക്കി തന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോന്ന് ഷർട്ടൊക്കെ എടുത്ത് വെച്ച് കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഞാൻ നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ. കബോർഡൊക്കെ അടച്ചിട്ട് കറക്റ്റാക്കി വെച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പോഴേക്കും അവിടെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് മടക്കി ആ പുതപ്പൊക്കെ മുകളിൽ വെച്ച് നീറ്റാക്കിയിട്ട് ഇനി ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് തട്ടിയപ്പോഴാണ് കണ്ടത് ജനാലയിൽ അങ്ങനെ മണ്ണ്. ഇനിയിപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് ഞാൻ ബ്രഷും കൊണ്ട് വരികയാണ്. ഏത് ബ്രഷാണ്? പെയിൻറ്റ് ബ്രഷ്. അത് നന്നായി വൃത്തിയാവും കേട്ടോ. പിന്നെ അത് വൃത്തിയാക്കാൻ തന്നു. പിന്നെ അയലത്തെ ഡ്രസ്സൊക്കെ അങ്ങോട്ട് മാറ്റി എനിക്ക് എടുക്കാൻ കിട്ടാത്തൊക്കെ അയാനും അങ്ങോട്ട് എടുത്ത് തന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കി അങ്ങോട്ട് ഞാൻ ജനാല വൃത്തിയാക്കുകയാണ് കേട്ടോ. പിന്നെ കർട്ടൻ ഇട്ട് കൊടുത്തു. കർട്ടന് ഓരോന്ന് ഇങ്ങനെ നല്ല വെയിലടിക്കുകയാണ് അവിടെ. അപ്പോൾ ഓരോ ബട്ടനായിട്ട് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ജനലിൽ വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് ഒന്ന് കറക്റ്റാക്കി നീറ്റാക്കി. പിന്നെ ഞാൻ ബെഡ് അങ്ങോട്ട് വിരിച്ച് ബെഡ്ഷീറ്റ് വിരിച്ചൊന്ന് നീറ്റാക്കി ഓക്കെ ആക്കി കേട്ടോ. എന്നിട്ട് പിന്നെ അപ്പോൾ അവിടെ സൈഡിൽ മണ്ണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് അടിച്ച് വാരിയിട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ കട്ടിൽ നീക്കിയിട്ട് കൊടുത്തു കേട്ടോ. ഇനി റൂം അടിച്ച് വാരുകയാണ്. നല്ല പൊടിയും മുട്ടായി കവറും ഒക്കെ ഉണ്ട്. കാരണം ശനി ഞായറും ഇവിടെ അങ്ങനെയാണ്. പിന്നെ കലപിലിയും ഒക്കെ കുപ്പയും പറഞ്ഞ പോലെയൊക്കെയാണ്. എന്നിട്ട് റൂമൊക്കെ വൃത്തിയാക്കാം. അപ്പോൾ ഞാൻ കട്ടിലിൻ്റെ അടിയിൽ നല്ല പൊടിയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഇവിടെ വിരിച്ച തുണിയൊന്ന് ക്ലിയറാക്കിയിട്ട് ആ തുണിയൊന്ന് വിരിച്ചു. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ച് ആ കബോർഡൊക്കെ ഒന്ന് അടച്ച് അവിടെയൊന്ന് റൂം അടിച്ച് കുപ്പയൊക്കെ അടിച്ചിട്ട് അങ്ങനെ റൂമൊക്കെ ഒന്ന് സെറ്റായിട്ടാണ്. കുപ്പകളൊക്കെ ഒന്ന് റെഡിയായി. പിന്നെ ഞാൻ തലയാണിയൊക്കെ ബെഡിൽ കറക്റ്റാക്കിയിട്ട് പൊടി തട്ടിയിട്ടൊക്കെ ഇട്ട് തലയാണി രണ്ടെണ്ണമൊക്കെ വെച്ച് ഒക്കെ ഓക്കെ ആയി. അപ്പോൾ ബെഡ്റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഹാളിലേക്ക് പോവാം. ഇനി ഹാളിൻ്റെ കാര്യം പറയണ്ട. അവിടെയും കുറേ വൃത്തിയാക്കാനുണ്ട്, ഒക്കെ റെഡിയാക്കാനുണ്ട്, ഒതുക്കാനുണ്ട്, ഒക്കെ ഉണ്ട്. നല്ല പൊടിയുണ്ട്, കുപ്പുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ അതൊന്ന് അടിച്ച് വാരി ക്ലീനാക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ സ്റ്റക്കായി നിന്നു. ഷെൽഫൊന്ന് വൃത്തിയാക്കണം. അവൻ്റെ ഇത് കുടിക്കണ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അവിടെ ഒന്ന് കച്ചറ പുക്കറാന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് അടിച്ച് വാരാൻ വേണ്ടിയിട്ട് അതിന് നിന്നു കേട്ടോ.
പിന്നെ അതൊക്കെ വൃത്തിയാക്കി മരുന്ന് ഡപ്പൻ്റെ ബാസ്ക്കറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ആ ഷെൽഫ് ഒന്ന് അടിച്ചു വിട്ട് അവിടെ സൈഡിലൊക്കെ ഒന്ന് കുറച്ച് വാറാമല പോലെ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വിട്ടിട്ട് പിന്നെ അതങ്ങോട്ട് വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ബാക്കി അടിത്തന്നെ ഞാൻ തുടരുകയാണ്. പിന്നെ അങ്ങനെ അടിച്ചു. അപ്പോൾ സോഫ അങ്ങോട്ട് വൃത്തിയാക്കണം കേട്ടോ. സോഫൻ്റെ കാര്യം പറയേണ്ട പനാവാക്കിയിട്ടുണ്ട്. അത് കുറേ മുന്നുള്ള സോഫയാണ് കേട്ടോ. എന്നാലും ഇരിക്കാല കൊണ്ട് പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഞാൻ അങ്ങനെ വിരിച്ചൊന്ന് സെറ്റാക്കിയിട്ടൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുക. അതൊന്ന് വൃത്തിയാക്കി അങ്ങനെ. അപ്പോഴേക്കും ഞങ്ങളുടെ മീൻ വാപ്പ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര അന്താരാഷ്ട്ര ചർച്ചയിലാണ് വിചാരിക്കും. അല്ല, ഏത് മീൻ വാങ്ങണം എന്നുള്ള ചർച്ചയാണ്. സുലോപ്പിയുണ്ട്, മത്തി, കുഞ്ഞുമത്തിയുണ്ട്, മാന്തളുണ്ട്, ചൂരണ്ട്. അപ്പോൾ കുഞ്ഞുമത്തി നന്നാക്കണമല്ലോ എന്നൊക്കെ പറയാണ്. അയ്യോ, ഈ കുഞ്ഞുമത്തി നന്നാക്കാൻ ഭയങ്കര പാടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സുലോപ്പി തന്നെ വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുഞ്ഞുമത്തി കുറച്ചിട്ട് തന്നു. അങ്ങനെ അപ്പോൾ അതാണ് കാണുന്നത്. പിന്നെ മീൻ വാപ്പ ഞങ്ങൾക്ക് തൂക്കിയൊക്കെ തന്ന് അതൊക്കെ വൃത്തിയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഇനി കഴിഞ്ഞില്ലല്ലോ, അതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് നമ്മുടെ ബാക്കി ക്ലീനിങ് തുടരാം, അടിച്ചു വാരൽ തുടരാം കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ടേബിൾ ആകെ വൃത്തികേടായി കിടക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അത് ഒതുക്കാൻ നിന്നു. അവിടെ ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മടക്കിയിട്ട് അങ്ങോട്ട് ഉള്ളിൽ കൊണ്ട് വെച്ചു കേട്ടോ. പിന്നെ പെൻസിലൊക്കെ എടുത്തു. പിന്നെ ആശുവിന് കുഞ്ഞു ക്ലാസ്സിൽ ചായയൊക്കെ ഒഴിച്ച് കൊടുത്ത് വെച്ചിട്ട് പിന്നെ അത് മാറ്റി വെച്ചു. പിന്നെ അടുത്തത് ആദമിൻ്റെ ബുക്കാണ്. അതൊന്ന് ഈ ബാഗിലിട്ട് റെഡിയാക്കി. മദ്രസയ്ക്ക് ഇന്നലെ പഠിച്ചതാണ് അവന്, എന്നിട്ട് അങ്ങോട്ട് വെച്ചതാണ് അവന്. അപ്പോൾ പിന്നെ അതും വൃത്തിയാക്കിയൊക്കെ ശനി ഞായറായി അങ്ങനെയാണ്. പിന്നെ അവിടുത്തെ സ്പൂണൊക്കെ എടുത്ത് ഗ്ലാസ്സൊക്കെ മാറ്റി അങ്ങനെ ടേബിൾ നീറ്റാക്കി കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് അടിച്ചു വാരി. അയ്യോ, ഇനി അടുത്ത റൂം കാണില്ല, അതും ഭയങ്കരമായി അലങ്കോലമായി കിടക്കുകയാണ് കേട്ടോ. ഇനി അത് വൃത്തിയാക്കണം. അതിൻ്റെ ഇടയിൽ മീൻ കട്ട് ചെയ്തതൊക്കെ കൊണ്ടുവന്നപ്പോൾ അത് ഞാൻ കൊണ്ടുവച്ചു കിച്ചണിൽ. പിന്നെ ആശൂട്ടൻ ചായ കുടിക്കുകയാണ് കേട്ടോ.
അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ പോയിട്ട് പുട്ടൊക്കെ ഒന്ന് ഉള്ളത് അതിൽ ഇട്ടു കേട്ടോ, കുത്തിയിട്ടിട്ട് പിന്നെ ഞാൻ അതിൽ നിറയ്ക്കേണ്ടത് നിറയ്ക്കാൻ നിൽക്കുകയാണ്. അതൊക്കെ ഒന്ന് നിറച്ച് സെറ്റാക്കിയിട്ട് പിന്നെ റൂം വൃത്തിയാക്കാൻ അങ്ങോട്ട് വന്നു. ആ റൂമിൽ ഒരു പ്ലാസ്റ്റിക് ഡപ്പിയൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കാൻ കൊടുക്കുകയാണ് ഞാൻ. ആശൂട്ടനോ അങ്ങനെ ആരെങ്കിലും കൊണ്ടിടുക തന്നെ, അയാനോ ഒക്കെ ഇടുക തന്നെ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. പിന്നെ ഈ റൂമിൽ ഞാൻ കട്ടിൽ കൊണ്ടിടുന്നുണ്ട്. ഈ സോഫ ഹാളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അതെടുത്തില്ല, പിന്നെ കുട്ടി കരഞ്ഞിട്ടൊക്കെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഒക്കെ ക്ലീനാക്കിയിട്ട് ലാസ്റ്റ് കാണുന്നുണ്ട് അങ്ങനെ കട്ടിൽ ഈ റൂമിലിട്ടിട്ട് ഈ സോഫ തന്നെ എടുത്ത് ഹാളിൽ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ അതൊക്കെ പൊടിയൊക്കെ തട്ടി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കണം കേട്ടോ. പിന്നെ കൈയൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് ഞാൻ കഴിക്കായിരുന്നു. പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. അതൊക്കെ ഒഴിച്ചിട്ട് അത് കഴിക്കുകയാണ്. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തുടയ്ക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ലൈസോളും ഞാൻ ലിക്വിഡും പെനോയിലും ഒഴിച്ചിട്ട് പിന്നെ തുടയ്ക്കുകയാണ്. ആദ്യം ഞാൻ കുറച്ച് വെള്ളത്തോടെ തുടയ്ക്കും. പിന്നെ സെക്കൻഡ് ട്രിപ്പ് നന്നായിട്ട് പിഴിഞ്ഞിട്ട് തുടയ്ക്കുകയാണ്. ഇനി ഹാള് തുടയ്ക്കുകയാണ്. അതും ഞാൻ പെനോയിൽ ലൈസോളൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഹാള് തുടയ്ക്കുകയാണ് കേട്ടോ. ആദ്യം വെള്ളത്തോടെ തുടച്ച് പിന്നെ ടൈറ്റായി പിഴിഞ്ഞിട്ട് അങ്ങനെ സെക്കൻഡ് ട്രിപ്പും തുടയ്ക്കും. ഇതാണ് ഞാൻ പറഞ്ഞത് സോഫ ഇട്ടു എന്ന്. ഇപ്പുറത്ത് സോഫ ഇട്ടു കേട്ടോ ഹാളിൽ. പിന്നെ കട്ടിൽ പിന്നെ ആ റൂമിലേക്ക് ഇട്ടു. അങ്ങനെയൊക്കെ ഓക്കെ ആയിട്ടോ.
പിന്നെ വെള്ളമൊക്കെ ഞാൻ മാറ്റിയിട്ട് വന്നിട്ട് പിന്നെ ഈ സെക്കൻഡ് റൂം അങ്ങോട്ട് തുടയ്ക്കുകയാണ്. ഇവിടെയാണ് കട്ടിലിട്ട് പറഞ്ഞത്, ഇതാണ് കേട്ടോ അത്. അങ്ങനെ ഇവിടെയൊന്ന് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ വീടൊക്കെ ക്ലീനാക്കി ഹാള് റൂമൊക്കെ കിച്ചണൊക്കെ ക്ലീനാക്കിയിട്ട് ഞാൻ നിസ്കരിച്ച് കുളിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.